Namaste. Those who are new here, I am Dr. Susan Kaurath, life psychologist and transformation coach. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ദ സൈക്കോളജിക്കൽ ക്രൈ ആണ്. അത് സാധാരണ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് വരുന്നതെന്നും ഒരു സൈക്കോളജിക്കൽ ക്രൈ എത്രമാത്രം ഡീപ്പാണെന്നും പെയിൻഫുൾ ആണെന്നും ഈ ഒരു നാർസിസിക് റിലേഷൻഷിപ്പിൽ അത് എത്രമാത്രം നമ്മളെ ബാധിക്കുന്നു എന്ന് നോക്കാം. സോ ലെറ്റ്സ് ഡൈവ് ഇൻ. ഈ സൈക്കോളജിക്കൽ ക്രൈ എന്ന് പറയുന്നത്, അതായത് നമ്മൾ കരയുക എന്ന് പറയുന്നത് വളരെ നമ്മൾ സാധാരണ ഇമോഷണലി നമ്മൾ ഭയങ്കരമായിട്ട് ഡിസ്ട്രെസ് ആയിരിക്കുമ്പോൾ നമ്മുടെ ഇൻറ്റൻസ് ഇമോഷൻസിനെ നമ്മൾ പുറത്തേക്ക് കളയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടാൽ പോലും ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയിരിക്കുമ്പോൾ പോലും ചിലപ്പോൾ നമുക്ക് വരുന്ന കരച്ചിലായിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ആയിട്ടുള്ള നമ്മുടെ പല ഇമോഷൻസിനെയും സങ്കടങ്ങളെയൊക്കെ നമ്മൾ റിലീസ് ചെയ്യാൻ വേണ്ടി ഭയങ്കരമായിട്ട് നമ്മൾ ഇമോഷണലി ഓവർവെൽം ആകുമ്പോഴത്തേനും നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കരയുക എന്ന് പറയുന്നത്. അതായത് ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ദേഷ്യത്തിലായിരിക്കും, ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേഷനിലായിരിക്കും, ഭയങ്കരമായിട്ട് പേടിയായിരിക്കാം, ഭയങ്കരമായിട്ട് സാഡായിട്ടിരിക്കുന്നതായിരിക്കാം. എന്ത് വന്നാലും നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് പല ട്രോമയായിരിക്കും, ആങ്കർ, സാഡ്, ഫിയർ, ഇതെല്ലാം വരുന്നത് നമുക്ക് പലപ്പോഴും പല രീതിയിലുള്ള ട്രോമാസിൽ നിന്നായിരിക്കും. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പവർലെസ് ആയി, നമുക്ക് നിവൃത്തിയില്ല, നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സറണ്ടറിങ്ങും ഇതുമെല്ലാം കൂടെ വരുമ്പോഴത്തേനും നമ്മൾ വെർബലി നമുക്കൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ ഭയങ്കര അൺസേഫായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു, നമുക്ക് എല്ലാ കാര്യത്തിലും നമ്മൾ ട്രാപ്ഡ് ആയിട്ടുള്ള ഫീൽ ചെയ്യുന്നു. ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ട്രോമ റെസ്പോൺസ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ഇമോഷണലി കിടക്കുന്ന, നമ്മൾ ചിലപ്പോൾ കെട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ കുമിഞ്ഞു കൂടുന്ന, നമ്മൾ പറയും ഒരു പ്രഷർ കുക്കറിനകത്ത് പോലെ ഇങ്ങനെ 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 കയറി വരുന്ന ഇമോഷൻസ് ചിലപ്പോൾ നമ്മൾ പുറത്തേക്ക് ഭയങ്കരമായിട്ട് കരഞ്ഞ് വിളിച്ച് കാറി നമ്മൾ ചിലപ്പോൾ നമ്മളുടെ ആ ഒരു ഇമോഷൻസിനെ പുറത്തേക്ക് എറിയും. ഇത് ക്രൈ എന്ന് പറയുന്നത് യെല്ലിങ് മാത്രമല്ല, കരഞ്ഞ് വിളിക്കുകയാണ്. ഭയങ്കരമായിട്ടുള്ള ഇൻറ്റൻസ് ഫ്രസ്ട്രേഷനിലും ഭയങ്കരമായിട്ടുള്ള ഡീപ്പായിട്ടുള്ള നമ്മളുടെ ഒരു ഇമോഷൻസിൻ്റെ ആ ഒരു ഫീലിങ്ങിൽ, അത് നമ്മളൊരു സിറ്റുവേഷനിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഓവർവെൽംഡ് ആയിരിക്കുമ്പോഴും ഒക്കെ പലപ്പോഴും ചില സമയത്ത് നമ്മൾ എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഒരു തലവിണയിലൊക്കെ ഇങ്ങനെ ഈ കമന്ന് കിടന്ന് വളരെ സൈലൻ്റ് ആയിട്ടാണെങ്കിൽ പോലും നമ്മൾ ഈ ട്രോമയിൽ വരുന്ന ഫീലിങ്ങിനെ ഭയങ്കരമായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മൾ ആ ക്രൈ ചെയ്യുന്നത് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ അപ്പോഴത്തെ സാഡ്നെസ് കൊണ്ടും വിഷമം കൊണ്ടും ഒക്കെയാണ്. നമ്മൾ ഭയങ്കരമായിട്ട് ആ സമയത്തെ ഫ്രസ്ട്രേഷൻ കൊണ്ടാണ്, കുറച്ച് കരഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് മാറും എന്നുള്ള രീതിയിലേക്കൊക്കെ നമ്മൾ പറയാറുണ്ട്. നമുക്കിങ്ങനെ അത് അങ്ങ് വ്യത്യാസം വരും. അയ്യോ കുറേ കരഞ്ഞു, അലറി കൂടി കരഞ്ഞപ്പോൾ ചിലപ്പോൾ നമുക്ക് വ്യത്യാസം വരുമെന്ന് പറയാറുണ്ട്. പക്ഷേ അതെന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ട്രോമാസ് ചെറുപ്പകാലം മുതൽ ഡെവലപ്മെൻ്റൽ ടൈം മുതലുള്ള നമ്മൾ അനുഭവിക്കുന്ന ചില വളരെ വളരെ വേദനാജനകമായ നമ്മളുടെ ഇമോഷണൽ അല്ലെങ്കിൽ നമ്മുടെ മെൻ്റൽ വൂൺസ് ഉണ്ട് നമുക്ക്. അതിനകത്തുനിന്ന് നമ്മൾക്ക് ഉണ്ടാകുന്ന അതിനകത്ത് ചിലപ്പോൾ നമ്മൾ ഇമോഷണലി ഒരു ഡിസ്റെഗുലൈസേഷനൊക്കെ വരും. നമുക്ക് ഇൻറ്റൻസ് ആയിട്ട് നമ്മൾ കരയുന്നത് കാണുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ഇമോഷൻസ് ആർ അത്രയും സ്ട്രോങ് ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ അപ്പുറത്താകുമ്പോഴത്തേനും അത് വരുന്നത് ഔട്ട്വേർഡ് ബേസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ നമ്മൾ സാധാരണ PTSDയിലും സിവിയർ ആങ്സൈറ്റിയൊക്കെ അനുഭവിക്കുന്ന ആളുകളിൽ നമ്മളിത് കാണാറുള്ളതാണ് സാധാരണ. അപ്പം നമ്മൾ ചിലപ്പോൾ ഒരു പേഴ്സണ് ഭയങ്കരമായിട്ടുള്ള വെർബൽ അബ്യൂസ്, സെക്ഷൽ അബ്യൂസ്, ഫിസിക്കൽ അബ്യൂസ്, ഇമോഷണൽ അബ്യൂസ്, സൈക്കോളജിക്കൽ അബ്യൂസ്, ഇങ്ങനെയുള്ള സോഷ്യൽ അബ്യൂസ്, ഇങ്ങനെയുള്ള അബ്യൂസസ് എല്ലാം അവർ ഫേസ് ചെയ്യുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ഡെവലപ്മെൻ്റൽ ടൈമിൽ നമുക്കുണ്ടാകുന്ന കുറേ ചിലപ്പോൾ നമ്മൾ കണ്ടില്ലേ, ചില കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ക്രൈയിൽ കാണിക്കും. കാരണം അവരുടെ നീഡ്സുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഒരാൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അവർക്ക് ഫ്രസ്ട്രേഷൻ ആകുന്നു, അല്ലെങ്കിൽ അവർക്ക് വിശന്ന് കഴിഞ്ഞാലൊക്കെ കുട്ടികൾ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുന്നത് നമ്മൾ കാണാറുണ്ട്. എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് ഈ വളരെ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സിൽ, നമ്മുടെ അബ്യൂസിലൊക്കെ നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫീലിംഗ് വരും. ഇത് സാധാരണ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു സിറ്റുവേഷനിൽ ഈ ക്രൈയിൽ വരുന്നത്. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള വേറൊരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തെറപ്പി ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് വരുമ്പോൾ ചില സിറ്റുവേഷനിൽ ഈ പല കാര്യങ്ങളെയും നമ്മൾ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യും. നമ്മളുടെ ഉള്ളിലുള്ള ട്രോമാസിനെ എല്ലാം റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല പ്രാവശ്യം നമ്മളിങ്ങനെ ആ ട്രോമയെ വിസിറ്റ് ചെയ്ത്
അതിനെ ഹീൽ ചെയ്ത് അതിനെ പുറത്ത് വരുമ്പോൾ ഹീൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ ഈ ഓർമ്മകളോ ഇതിൻ്റെ കാര്യങ്ങളോ എന്നെ അഫക്റ്റ് ചെയ്യില്ല. ഇതിന് ഓർമ്മ വരത്തില്ലൊന്നുമല്ല, അതെന്നെ അഫക്റ്റ് ചെയ്യില്ല. ഐ ഹീൽഡ് ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ ട്രോമ. അപ്പം നമ്മളെ അബ്യൂസ് ചെയ്ത് നമുക്ക് വൂണ്ട് ഉണ്ടായ നമുക്ക് ഹേർട്ട് ഉണ്ടായതിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ആ പെയിൻ ഇങ്ങനെ വന്നിട്ട് നമ്മളത് ഡീൽ ചെയ്യുമ്പോഴത്തേനും നമ്മളിങ്ങനെ കുഴപ്പമില്ലാതെ ഇങ്ങനെ ഇരിക്കും. പക്ഷേ ആ ഹീലിംഗ് പ്രോസസ്സിലേക്ക് ടുവേർഡ്സ് ഹീലിംഗ് പ്രോസസ്സിലേക്ക് വരുമ്പോൾ മിക്കവാറും ഞാൻ കാണാറുണ്ട്, എല്ലാ ക്ലയൻസും അല്ല, ചില ക്ലയൻസ് അതിൻ്റെ വളരെ ഇൻറ്റൻസിറ്റി ഒക്കെ അനുസരിച്ച് ഇവർക്ക് സൈക്കോളജിക്കൽ ക്രൈയൽ ഉണ്ടാവും. അപ്പോൾ അവർ പലപ്പോഴും എന്നോട് പറയാറുണ്ട്, ഞാൻ കരഞ്ഞു, ഞാൻ എൻ്റെ സകല ഒച്ചയും എല്ലാം എടുത്ത് ഞാൻ അലറി കരയുക എന്ന് പറയുന്ന പോലെ ഞാൻ കരഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവർ പറയും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എനിക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വന്നു, കുറച്ചുകൂടെ എനിക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റി. നമ്മൾ ചെയ്ത കാര്യങ്ങളും നമ്മൾ ആ ട്രോമയെ ഡീൽ ചെയ്ത കാര്യങ്ങളും അതിനകത്തെ കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ എനിക്ക് ക്ലാരിറ്റി വന്നു എന്ന് പറയാറുണ്ട്. അപ്പോൾ എപ്പോഴും ഈ ക്രൈയലിൽ നമുക്ക് നല്ലതിനായിട്ടാണോ വരുന്ന അതോ ഒരു കാര്യത്തിൽ ഒരു സർട്ടൻ പീരീഡിലേക്ക് നമുക്ക് കുറച്ച് ഒരു കംഫർട്ട് തരിക, അല്ലെങ്കിൽ ഓക്കെ ഐ എം ഓക്കെ ആണ്, ഇപ്പം കുറച്ച് കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഓക്കെ ആയി എന്ന് പറയുന്നത് പോലെയാണോ എന്നുള്ളത് നമ്മൾ നോക്കണം. നിങ്ങൾ പല പ്രാവശ്യം ഈ ക്രൈയൽ മാത്രം വെച്ച് നിങ്ങളെ മാനേജ് ചെയ്തുകൊണ്ട് പോയാൽ യുവർ എൻറ്റയർ സിസ്റ്റം വിൽ ഡാമേജ്. പ്രിറ്റി സൂൺ അത് ഡാമേജ് ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് വളരെ രീതിയിലുള്ള ട്രോമ ഇതിലായിട്ടുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ട്രോമാസിൻ്റെ ഇഷ്യൂസ് കാണാൻ പറ്റും. നിങ്ങൾക്ക് PTSD ഉണ്ടായി, നിങ്ങളുടെ വളരെ ഡീപ്പായിട്ടുള്ള ആങ്സൈറ്റി ഇഷ്യൂസ്, ഡിപ്രഷൻസും അതുപോലെ തന്നെ സൈക്കോസൊമാറ്റിക് ഇൽനെസ്സിലൊക്കെ പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഒരാൾ കുറേ കണ്ടിന്യൂസ് ആയിട്ട് ഇതിലൂടെ തന്നെയാണ് ഒരാളെ മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നതെങ്കിൽ പ്ലീസ് യു നീഡ് ടു ഗീവ് അറ്റൻഷൻ ടു ദാറ്റ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യു കം ഔട്ട് ഓഫ് ഇറ്റ്. കാരണം നമുക്കങ്ങനെ ക്രൈയലുകൾ എപ്പോഴും ഉണ്ടാകാനായിട്ട് പാടില്ല. പക്ഷേ ചില സമയത്ത് നമുക്ക് നമ്മളുടെ ഭയങ്കരമായ ഒരു സിറ്റുവേഷൻ, നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഓവർവെൽംഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയത്തില്ല, നമ്മൾ ഭയങ്കരമായിട്ട് അട്ടഹസിച്ച് ചിരിക്കുന്ന പോലൊക്കെ തന്നെ ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു സൈക്കോളജിക്കൽ ക്രൈയൽ വരാം. പക്ഷെ അതൊക്കെ വൺസിനെ വായിലൊക്കെ നമ്മൾ ചില സിറ്റുവേഷനിലും ചിലതിനോട് റിലേറ്റ് ചെയ്തിട്ടും നമുക്ക് ഇമോഷണലി ഓവർവെൽംഡ് ആയിട്ടൊക്കെ വരുന്നതല്ലാതെ ഒരു റെഗുലർ പാറ്റേണിലൊക്കെ നിങ്ങൾ ക്രൈയൽ വരികയാണെങ്കിൽ യു നീഡ് ടു ബി വെരി കെയർഫുൾ. അതുപോലെ ട്രോമ ഹീലിങ്ങിൽ ഈ ഒരു ക്രൈയലിൽ ഒരു പാർട്ടായിട്ട് നമുക്ക് കാണാം. പക്ഷെ ആ ക്രൈയൽ ട്രോമ ഹീലിങ്ങിൽ വരുമ്പോഴത്തേനും അത് എപ്പോഴും വരില്ല. ആ ഒരു ഹീലിങ്ങിൻ്റെ പാർട്ടായിട്ട് ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ അതിൻ്റെ ട്രോമയുടെ നമ്പർ ഓഫ് ട്രോമ, ഇത് കോംപ്ലക്സിറ്റി ഓഫ് ട്രോമാസിനെയൊക്കെ റിലേറ്റ് ചെയ്തിരിക്കും അത് വരുന്നത്. പക്ഷെ അവിടെയും നമ്മൾ വൺസ് അതിൽ നിന്ന് പുറത്ത് കടന്നു കഴിയുമ്പോഴത്തേനും അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാധ്യതയില്ല. അപ്പം നിങ്ങളുടെ ക്രൈ ഈസ് ഓക്കെ, ക്രൈ എൽ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണലി പുറത്തേക്ക് വിടുന്നതായതുകൊണ്ട് തന്നെ അതിനെ സൂക്ഷിക്കുക. ഇമോഷൻസ് എല്ലാം തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടാണ്. ഞാൻ എപ്പോഴും പറയും, ബ്രെയിൻ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുമ്പോൾ തോട്ട്സ് ഉണ്ടാകുന്നു, തോട്ട്സിലൂടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഇമോഷൻസ് ഉണ്ടാകുന്നു. അപ്പോൾ ആ ഇമോഷൻസിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ തോട്ടിൻ്റെ ഇൻറ്റൻസിറ്റി അത് എത്രമാത്രം എന്നെ അഫക്റ്റ് ചെയ്യുന്നു, ആ തോട്ടിൽ നിന്ന് തോട്ടിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ഏത് ഇൻഫോർമേഷൻസിൽ നിന്നൊക്കെയാണ് ആ തോട്ട് പ്രോസസ്സ് ജനറേറ്റ് ചെയ്യപ്പെട്ടതെന്നും അതെങ്ങനെയൊക്കെയാണ് എന്നെ ബാധിക്കുന്നതെന്നും നമുക്ക് നോക്കാനായിട്ട് പറ്റും. ആ രീതിയിലാണ് നമ്മുടെ സിസ്റ്റത്തെ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടത്. നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാൽ തന്നെ നമ്മുടെ ബോഡിക്ക് നമ്മൾ നല്ല അറ്റൻഷൻ കൊടുക്കും, പക്ഷെ മൈൻഡിന് അത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മുടെ ലൈഫ് എപ്പോഴും ഒരു ട്രയോ ആണ്, അതായത് ബോഡി, മൈൻഡ് ആൻഡ് സോൾ. ഇത് മൂന്നിനെയും നമ്മൾ അറ്റൻഡ് ചെയ്തേ പറ്റൂ. അതിൽ ഒരെണ്ണത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ജീവിക്കുന്നത്, ബോഡിക്ക് മാത്രം. പക്ഷെ ബോഡി എന്ന് പറയുന്നത് ആക്ട് ചെയ്യാനുള്ള ഒരു മീഡിയം മാത്രമാണ്. അതിലൂടെയാണ് നമ്മളെല്ലാം സെൻസ് ചെയ്യുന്നത്. നമ്മുടെ മൈൻഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബ്രെയിനിൽ പ്രോസസ്സ് നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും മൈൻഡ് എന്നുള്ള രീതിയിൽ നമ്മളതിനെ മാനേജ് ചെയ്യണം. നമ്മുടെ സോളിൽ ഏറ്റവും നല്ല എനർജീസ് ഉണ്ടാകണം. അങ്ങനെ നമ്മൾ വന്നാൽ മാത്രമേ നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. ഞാനൊരു ദി അപ്പ് തെറാപ്പിയിൽ നമ്മളത് ഫോക്കസ് ചെയ്യുന്നതെല്ലാം ആ രീതിയിലുള്ള ഒരു ലിവിങ് ആണ്. അതുകൊണ്ടാണ് അത് എപ്പോഴും ഒരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻസിലേക്കും നിങ്ങളുടെ എല്ലാ അബ്യൂസ് റിക്കവറി തെറാപ്പിയൊക്കെ ആയിട്ട് അത് മാറുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമുക്കെല്ലാവർക്കും തന്നെ നല്ല പീസ്ഫുള്ളായിട്ട്, ഹാപ്പി ആയിട്ട്, പ്രോഗ്രസീവായിട്ട് ജീവിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്. അതിന് നമ്മളെല്ലാവരും ശ്രമിക്കുക തന്നെ ചെയ്യണം. അതിന് ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.